ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ ഈസി ആയിട്ടൊരു മെഴുക്ക് പുരട്ടിയും ഒരു മഞ്ഞ മോരും കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് ഞാൻ മെഴുക്ക് പുരട്ടിക്ക് ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് സവാളയും പച്ചമുളകും തക്കാളി 2 വെളുത്തുള്ളി ചുളയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. വളരെ ഈസിയാണ്, അതിനകത്ത് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. മഞ്ഞൾപ്പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കത് ഈ എണ്ണയ്ക്കകത്ത് തന്നെ വെറുതെ കൂട്ടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. വലിയ നന്നായിട്ട് മൂക്കണ്ട, ഒന്ന് ചെറുതായിട്ട് മൂത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് തക്കാളി ഇട്ട് അത് കഴിയുമ്പോൾ നമുക്ക് ആ കഷ്ണവും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റുള്ള മെഴുക്ക് പുരട്ടിയാണത്. അത് ഒരു വശത്ത് വേകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്ത് മഞ്ഞമോരുണ്ടാക്കാം. മഞ്ഞമോരിന് ആവശ്യമായത് എന്താണെന്ന് വെച്ചാൽ നല്ല കട്ട തൈര്, കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മോരടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിക്കകത്ത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ശകലം ഉലുവ, കുറച്ച് മതി, 1 സ്പൂണൊന്നും വേണ്ട കേട്ടോ. ഇതാണ് മോരാക്കി വെച്ചേക്കണം. തൈരിനെ ഞാൻ അടിച്ച് മോരാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയും മതി. ഒരു 1/4 സ്പൂൺ പോലും ഇല്ല ഉലുവ. ഒരു 4-5 മണി ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുളക്, കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് 2ആയിട്ട് മുറിച്ച് അതും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു ചുള മതി കേട്ടോ, ഒരു അല്ലി മതി, അതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സവാളുള്ളിയും കൂടി പച്ചമുളക്, എരിവിന് ആവശ്യമുള്ളത് പച്ചമുളക് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും പച്ചമുളകും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അതും ഇട്ട് കൊടുക്കാം. സവാളയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും കൂടി ഒന്ന് മെല്ലെ മൂത്ത് വരുമ്പോഴത്തേക്കും, സവാള നന്നായിട്ടിങ്ങനെ വഴന്ന് വരണ്ട, ഒന്ന് മെല്ലെ മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ മോരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ആ മോരിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. വേണമെങ്കിൽ മോര് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം മോര് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യാൻ. അല്ലെങ്കിൽ മോരിലേക്ക് നമ്മൾ ഈ ഇതിട്ടാൽ മതി. ഇതാ മഞ്ഞ മോര് റെഡി. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടേസ്റ്റിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അത് വെന്തിട്ടുണ്ട്. ഇതാ ഞാൻ ചോറ് വിളമ്പി. ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാണ്. നല്ല അടിപൊളിയാണ്, ഈസി